ഇതൊക്കെ ശരിയാവും പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു അധ്യാപകനല്ലേ. നിങ്ങൾ പേടിക്കണ്ട മാഷേ, ധൈര്യമായിട്ട് കൊണ്ടു കൊടുക്ക്. എൻ്റെ പണ്ടത്തെ എഴുത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട പോയ പോലെ ടച്ച് വിട്ടു പോയി. എങ്കിലും കുഴപ്പമൊന്നുമില്ല. ടൈമൊന്ന് വായിച്ചു പോയി. മലയാള ഭാഷക്ക് ടച്ച് വിട്ടുപോയി. നോക്കട്ടെ. മത്സകൈ. എൻ്റെ ചിതാകാശത്തിൽ തെളിഞ്ഞ പൊൻതാരകൈ, നിന്നിൽ സർവാന്തര്യാമിയായി മൊത്തം സർവാന്ത്യരാമിയായി വിഹരിക്കാൻ അനുവദിച്ചാലും ഇത് എൻ്റെ ഹൃദയത്തിൽ സേതുബന്ധനം ചെയ്ത പ്രണയപ്രവാഹത്തിൻ്റെ ഒരു തുള്ളി. എത്ര അടക്കി നിർത്തിയിട്ടും അടർന്നു പോയത്. ഇതിൽ നിഴലിക്കുന്നത് എൻ്റെ ഹൃദയമാണ്. കവചകുണ്ടലം തേടുന്ന ബ്രാഹ്മണഹസ്തത്തിൻ്റെ വിശുദ്ധിയിൽ ഈ പ്രാർത്ഥനയെ വിലമതിക്കണമേ എന്ന് ആപാത ചൂണ്ടം പ്രണയപരിവശനായ സഹപ്രവർത്തകൻ. ഇതെന്താ മാഷത്? പ്രബന്ധം. ഇതിപ്പോൾ ടീച്ചർക്ക് ശബ്ദ ധാരാവളിയും കൂടി കൊടുക്കേണ്ടി വരുമല്ലോ. അല്ല, ഇതിനെന്താ കുഴപ്പം? ഇങ്ങനെയാണ് പ്രേമലേഖനം ഇത്? ഇങ്ങനെയൊക്കെ ഇത് എന്താ മനസ്സിലാവുമോ? എന്താ മനസ്സിലാവാത്തത്? അപ്പം ഞാൻ എൻ്റെ എഴുത്തിൻ്റെ നിലവാരം കുറക്കണം, അതാണോ നിങ്ങൾ പറയുന്നത്? ഇതെന്ന് പറഞ്ഞേക്കാണ് നിങ്ങളെ വിവരം കാണിക്കാനുള്ള സാധനമല്ല മാഷ്. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മാഷ് ഒരു കാര്യം ചെയ്യും. മാഷ് ഇങ്ങോട്ടിരിക്കും, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. മാഷ് ഇത് ഇങ്ങോട്ടിരിക്കും. മാഷേ ഇരിക്കും. മാഷേ എന്നാ ഏത്? ഡിയർ ടീച്ചർ. തീരെ വേണ്ട. നിങ്ങൾ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഏത് മാഷേ? എൻ്റെ ജോലി പോകുന്ന കേസാണ് ഡ്രൈമേ. ഒരു പ്രശ്നമില്ല മാഷെ. മാഷ് ഏത്? ഞാനൊരു അധ്യാപകനല്ലേ. ഞാനല്ല പറയുന്ന മാഷെ, നിങ്ങൾ ഏത്? ഏത് മാഷെ? ഡിയർ ടീച്ചർ. ഡിയർ ടീച്ചർ. ടീച്ചറെ ആദ്യമായി കണ്ട അന്ന് മുതൽ. ഏത് മാഷെ? ടീച്ചറെ ആദ്യമായി കണ്ട അന്ന് മുതൽ. ഒരു കാര്യം ചെയ്യാം, എൻ്റെ എഴുത്തിലെ 2-3 വരികൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. രസവും രസവും. കവചകുണ്ടലം തേടുന്ന ബ്രാഹ്മണാസ്തം പ്രേമലേഖനത്തിന് ചേർക്കാൻ പറ്റിയ സാധനം. ടീച്ചർ ഭക്ഷണം കഴിക്കുന്നില്ലേ? കുറച്ച് വർക്കുണ്ട്. ടീച്ചർ, അവൻ്റെ ടീച്ചറെ എന്തൊരു തിരക്കാന്നറിയും. ഒരവധി ദിവസം കിട്ടിയാൽ അന്ന് എവിടെയെങ്കിലും കല്യാണം ഉണ്ടാവും. ഇന്നും ഒരു ബിരിയാണി കിട്ടാണ്ടേനെ. പക്ഷെ ഒരു ബിരിയാണിക്ക് വേണ്ടി നമുക്ക് ലീവ് എടുക്കാൻ പറ്റുമല്ലോ. എല്ലാവരും ഇങ്ങനെ വർക്കിംഗ് ഡേയ്സ് കല്യാണം വെച്ചാൽ നമ്മളെന്താ ചെയ്യുക? റഹീമിന് വരെ ഞാൻ പോവായിരുന്നല്ലോ, ഒരു ബിരിയാണി മിസ്സാക്കണ്ടായിരുന്നല്ലോ. ടീച്ചറോട് ആദ്യം ഞാൻ ഒരു കാര്യം പറയട്ടോ. ടീച്ചറെ കല്യാണം എന്തായാലും ഒഴിവ് ദിവസം വെക്കണം, അല്ലേ മാഷേ? അത് പേടിക്കണ്ട, റഹീമിന് ലീവുള്ള ദിവസം നോക്കി വെച്ചോളാം. എൻ്റെ ഒഴിവ് മാത്രം നോക്കിയാൽ പോരാ. അല്ല, ടീച്ചർക്ക് വല്ല പ്ലാനും ഉണ്ടോ? ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറ്റിയ ഒരാൾ വരണ്ടേ? വലിയൊരു സങ്കല്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ ചുറ്റുവട്ടത്ത് തന്നെ നോക്കിയാലോ, അല്ലേ? എനിക്കങ്ങനെ വലിയ സൗന്ദര്യ സങ്കല്പമൊന്നുമില്ല. പിന്നെ ഇന്നർ ബ്യൂട്ടിയിൽ മാത്രമേ വിശ്വസിക്കാവൂ. അങ്ങനെ എൻ്റെ അമ്മയും പഠിപ്പിച്ചിട്ടുള്ളത്. ശ്രീനിവാസ് സാറ് പെർമനൻ്റ് ആയതോടുകൂടിയേ വീട്ടിൽ കാടുകളൊക്കെ തിരച്ചില്ല. മൂപ്പരെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അയ്യോ, പുള്ളിക്ക് എന്താ? ഹീസ് എ ജെന്റിൽമാൻ. ഹലോ, പറഞ്ഞോ. ടീച്ചറെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സാറേ, പറ. ടീച്ചറെ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു മാഷ് വന്നിട്ടുണ്ട്. സുന്ദര ചെറുപ്പക്കാരൻ. ആണോ? ടീച്ചർ ഒന്ന് കാണേണ്ടതാണ്. ആ കസേരയിലൊക്കെ നിറഞ്ഞിരിപ്പാണ്.
ഡിപ്പാർട്ട്മെന്റ്. പുതിയ ഗസ്റ്റ് ലെക്ചറാണ് സജീവ്. അത് ശ്രീനിവാസൻ സാറ്, ഇത് ശ്യാമിനി ടീച്ചർ, അത് ബാബു ടീച്ചർ. ബാബു ടീച്ചറെ, ഇത് നിങ്ങളുടെ നാട്ടുകാരനാണ്, ഷൊർണൂരുകാരൻ. ടീച്ചർ എവിടെയാണ് ഷൊർണൂർ? ഞാൻ സിറ്റി തന്നെ. വാ നമുക്കെന്നാ ഹിന്ദിയിലേക്കൊന്ന് പോവാം. റഹീമേ, മാഷേ മാഷേ, നമ്മളെ കോൺഫിഡൻസ് ആണ് എല്ലാം. ആ ആ May I come in, sir? യെസ്. സാറേ, എന്ത്? സാറേ ഞാൻ എല്ലാ വിഷയത്തിലും ഞാൻ പാസ്സായിട്ടുണ്ട്. മലയാളത്തിന് ഡിഗ്രേഡ് ആയി. സാറൊന്ന് ഇന്റേണൽ കൂട്ടി തന്നാൽ പാസ്സാവും. എന്ത് കാര്യം? മാതൃഭാഷയിൽ തോറ്റു, ബാക്കി എല്ലാ വിഷയത്തിലും പാസ്സായി. എന്ത് കാര്യം? സാറേ പ്ലീസ് സാർ, ഇന്റേണൽ കിട്ടിയാൽ പാസ്സാവുന്നു സാർ. ഞാൻ തന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവലും വായിച്ച് പഠിക്കാൻ നോക്ക്. വായിച്ച് പഠിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് നിൽക്കേണ്ടതെന്ന്. പ്ലീസ് സാർ. താൻ ചെല്ല, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല വെച്ചാൽ. ഒരു പണിയുണ്ട് ഇവിടെ. സാറേ, ആ, ഇത് സാറിൻ്റെ മാർക്ക് ലിസ്റ്റ്. ഇതെവിടെ നിന്ന് കിട്ടി? എൻ്റെ ആൻസർ ഷീറ്റിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. സാറിന് ഇംഗ്ലീഷിൽ മാർക്ക് കുറവല്ലേ? സാറേ ഞാൻ ഏയ് അവിടേക്ക് തൻ്റെ ആൻസർ ഷീറ്റ് കാണിക്ക്. പേരെന്താ? ശ്രീജിത്ത്. ഏത് ഗ്രേഡാ? ഡി. ദിയ അല്ലേ? ഞാൻ ദിയാക്കാം. സാർ താങ്ക് യു. പക്ഷെ മോൻ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ മോണിറ്റർ ചെയ്യും. ഓക്കെ സാർ. ഇപ്പം എൻ്റെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് അതേ മറന്നു സാർ. മറന്നല്ലോ. വെരി ഗുഡ്. താങ്ക് യു. കിട്ടി? അവിടെ നിന്നില്ല മാഷേ. ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ മുഴുവൻ അന്വേഷിച്ചു, അങ്ങനെ ഒരു ബാഗാരും കണ്ടില്ല. സാറേ, നമുക്ക് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ എന്തെങ്കിലും ചെയ്യും. സാർ ആ നമ്പർ ഒന്ന് പറ. 98 റഹീമിൻ്റെ ഫോണിന് എൻ്റെ നമ്പർ ഉണ്ടാവുമല്ലോ. സ്വന്തം നമ്പർ പോലും ഓർക്കാത്ത ഇയാളുണ്ടല്ല, ഇതല്ല ഇതിൻ്റെ അപ്പുറവും മറക്കും. എൻ്റെ സാറേ, നാളെ 12 മണിക്ക് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണത്. സാറിന് സസ്പെൻഷൻ ഉറപ്പാണ്. സസ്പെൻഷനോ? സസ്പെൻഷൻ. എൻ്റെ റഹീമെ, എവിടുന്നെങ്കിലൊക്കെ പോയി തപ്പി പിടിച്ചെടുക്ക്. എക്സ്ക്യൂസ് മീ, യെസ് ഈ ബാഗ് ഇവിടുത്തെയാണോ? യെസ് യെസ്. താങ്ക് യു താങ്ക് യു. ഈ ബാഗ് എവിടെ നിന്ന് കിട്ടി? ബസ്സിന്ന്. താങ്ക് യു, വലിയ ഉപകാരം. താങ്ക്സ് എ ലോട്ട്. കുറച്ച് ധൃതിയുണ്ട്, പോട്ടെ. ഓ ശരി. ഇല്ല മാഷേ, ഒരു ചായ പോലും വാങ്ങിക്കൊടുക്കാതെ. ആ ശരിയല്ല. മാഷേ മേഡം, അല്ലൊരു ചായ കുടിച്ചിട്ട് പോയാൽ പോരെ? ഇപ്പൊ സമയമില്ല. ആ ബാഗ് എൻ്റേതായിരുന്നു. ആണോ? എൻ്റെ പേര് പ്രൊഫസർ ശ്രീനിവാസൻ. കുട്ടിയുടെ പേരെന്താ? സഫിയ. നല്ല പേര്. ശരിയാണ്. സാറേ, ആ നമ്പർ ഒന്ന് തരുമോ? എൻ്റെയോ? നോട്ട് ചെയ്തോളൂ. 989 350 866. താങ്ക് യു. താങ്ക് യു.
അപ്പോൾ നമ്പറൊക്കെ ഓർമ്മ ഉണ്ടല്ലേ? ഓ, അത് ഞാൻ സാറ് ചോദിച്ചപ്പോൾ ആകെ ടെൻഷനിൽ നമ്പറൊക്കെ ഓർമ്മ. ആ മനസ്സിലായി. സാറെന്താ സാറെന്ത് വിചാരിക്കുമല്ലേ? ഹലോ. ഹലോ പ്രൊഫസർ ശ്രീനിവാസൻ സാറല്ലേ? അതെ. ഞാൻ സഫിയാണ്. സഫിയ. സാർ ഞാനിന്ന് ബാഗ് കൊണ്ടുവന്ന സഫിയ. ആ സഫിയ. അപ്പൊ ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കിലായിരുന്നു. അതെ, ഞാനും സഫിയനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആണല്ലേ? മര്യാദക്ക് നന്ദി കൂടി പറയാൻ പറ്റില്ലല്ലോ. നാളെ ഞാൻ നിങ്ങളെ ക്യാമ്പസിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. സാറ് ഫ്രീ ആണോ? ഹലോ. ഓ, നാളെ ക്ലാസ് ഉണ്ട്. നാളെ 4:30 വരെ ഞാൻ കുറച്ച് തിരക്കായിരിക്കും. 4:30ക്ക് ശേഷം ഞാൻ ഫ്രീ ആണ്. ഓ കുഴപ്പമില്ല. ഐ മീൻ സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ കാണാം. ആ നാളെ കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വരാമോ? ഇല്ലില്ല, വരൂ സർ. കട തുറന്ന് വെച്ചിട്ടാണല്ലോ പെയിന്റ് അടിക്കുന്നത്. സോറി, ഞാൻ കണ്ടില്ല സാർ. വീട്ടി എവിടെ നോക്കിട്ടാണോ പെയിന്റ് അടിക്കുന്നത്? സോറി സാർ. സോറി മാഡം. വൈറ്റ് വാഷാണ്, ഒരു കുഴപ്പമില്ല. കഴുകിയാൽ പോവും. ആള് വരുന്നത് കണ്ടു ബ്രോ. അവിടെ എന്ത് കണ്ടില്ലെന്ന് സാർ ടിന്നർ. എന്താ പറഞ്ഞേ? ഭാഗ്യം. എന്താല്ലേ കടയൊക്കെ തുറന്നിട്ട് പെയിൻ്റൊക്കെ അടിച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ. സോറി കേട്ടോ. ഏയ് കുഴപ്പമില്ല. സാർ ഇവിടുത്തെ മസാല ചായ കുടിച്ചിട്ടുണ്ടോ? ചായം കാപ്പിയും കുടിക്കില്ല, പാല് മാത്രം. എന്നാ ഒരു പാല് പറയട്ടെ? ഇല്ലില്ല, ഞാൻ കുടിച്ചിട്ടാ വന്നത്. ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചാണ് വന്നത്. പറഞ്ഞോളൂ. പക്ഷേ ഈ സിറ്റുവേഷൻ അതിന് ശരിയാവില്ല. ഞാൻ അടുത്ത തവണ കാണുമ്പോൾ പറയാം. കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ. ഇല്ല, ഞാൻ അടുത്ത തവണ കാണുമ്പോൾ എന്തായാലും പറയാം. എന്നാ ഞാനിപ്പോൾ പോട്ടെ. ഓ, വൈകിട്ട് വിളിക്കാം. ഓ. വിളിച്ചിട്ട് കാണുമെന്ന് പറയുന്നു, മസാല ചായ വാങ്ങിത്തരുന്നു. അന്ന് ബസ്സിൽ നിന്ന് നിങ്ങൾ അവർ നോട്ട് ചെയ്തിരുന്നു. എന്തായാലും മാഷ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇതിന്നോ ഒന്നല്ലെന്ന് തുടങ്ങിയതല്ല. പിന്നെ പിന്നെ മാഷേ, അവളിപ്പോ ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് അധികമായിട്ട് കടന്നു ചിന്തിക്കാനില്ല. അത് ശരിയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു മസാല ചായ കുടിക്കാൻ പൂതി വന്നാലേ നിങ്ങൾ വേണേ അങ്ങോട്ട് വിളിച്ചോ. നല്ല മതത്തിൽ തന്നെ ആയിക്കോട്ടെ, തീരെ കുറയ്ക്കണ്ട. ഓക്കെ, ശരി റഹീമേ, ഞാൻ വിളിക്കാം. ശരി എന്നാല്. ആ. ചേട്ടാ, ഒരു ഹാഫ് മസാല ചായ. ഹാഫിന്റെ പരിപാടി ഒന്നും ഇല്ല മാഷേ, ഹാഫിന്റെ പൈസ തന്നാ മതി.
വെള്ളിയാഴ്ച സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. സഫിയ വരൂ, കാണാം. ഓക്കെ, കാണാം സാറേ. എനിക്ക് ഓഫീസിലേക്ക് പോകാൻ ടൈമായി. ശരി കേട്ടാ, താങ്ക് യു. സഫിയ, ഈ സാറെ വിളിക്കുന്ന ഒഴിവാക്കിക്കൂടെ? താങ്ക് യു മാഷേ. ഫ്രീ ആയോ മാഷേ? ഞാൻ പുറത്തുണ്ട്. സോറി. ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നേടിയ നമ്മുടെ കുട്ടികളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ചടങ്ങ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച്. സഫിയ വന്നിട്ട് കുറേ നേരമായോ? ഇല്ല കുറച്ച് നേരമായിട്ടുള്ളൂ. ഇവിടെ അടുത്തേ ആ സ്പെഷ്യൽ ജ്യൂസ് കിട്ടുന്നൊരു കടയുണ്ട്. ആ സാറ് ചീരാമുളക് സർപ്പത്ത് കുടിച്ചിട്ടുണ്ടാ? എന്നാ വാ നമുക്കടപ്പം. പക്ഷെ പൈസ ഞാൻ കൊടുക്കും. അതിനിപ്പോൾ എന്താ? ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു ഓട്ടോ വിളിക്കാം, എന്നിട്ട് ഞാൻ സഫിയനെ ഫോളോ ചെയ്താൽ മതിയല്ലോ. ഓട്ടോ തന്നെ വിളിക്കണ്ട, സാറ് കയറ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം, അങ്ങോട്ട് വന്നാൽ മതി, ഞാൻ അവിടെ നിന്ന് കയറിക്കോളാം. ഇവിടെ ഇരിക്കല്ലേ? ഓ മീറ്റിംഗ് കഴിഞ്ഞിരുന്നാ? ഇല്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് അനുവാദം ചോദിച്ചിട്ടിറങ്ങി. അയ്യോ, അപ്പോൾ ബുദ്ധിമുട്ടായല്ലേ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? സഫിയ ശരിക്കും പഠിക്കുകയാണോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണോ, എന്താണ് ചെയ്യുന്നത്? ശരിക്കും അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആണല്ലേ? അന്നാണെങ്കിൽ ആകപ്പാടെ ഒന്നും പറയണ്ട. എനിക്കാണെങ്കിൽ എന്തൊരു പക്ഷേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠനം തുടരണം. നിങ്ങൾ PG ചെയ്ത കുട്ടിയല്ലേ, PhDക്ക് അപ്ലൈ ചെയ്യൂ. PhDക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വായിക്കേണ്ടി വരും. ഒരുപാട് വായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം PhDക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ കണ്ടതിൽ സന്തോഷം. നിങ്ങൾക്ക് ക്ലാസ്സില്ലേ? കഴിഞ്ഞോ? ശരി. മാഷേ, നിങ്ങൾക്കിപ്പോൾ എന്തോ ഒരു ഇതാവണില്ലേ? എന്ത്? അല്ലാന്ന് ഉള്ളിലൊരിത് ഇല്ലേ? അതുണ്ട്. ഈ ഇതുണ്ടല്ലോ, ഇത് അനുഭവിക്കാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് അത് ശരിയാ. പക്ഷെ ആ കുട്ടി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അറിയുമേ. അതും ശരിയാണ്. ആ കുട്ടിയുടെ മെസ്സേജാ. മെസ്സേജാ? ആ എന്താണ്? ഒന്നുമില്ലേ? ഒരു പിക്കഴിച്ച പിക്ക? ആ എന്തിനായിരിക്കും? ചോദിച്ചു പിക്കഴിച്ചു ചോദിച്ചു നോക്കാം. ചോദിച്ചു ഇപ്പഴല്ലേ? അതൊക്കെ ഉണ്ട്. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി എന്ത് നോക്കണം മാഷെ, അയച്ചു കൊടുക്കേ. പിക്കഴിച്ചു കൊടുക്കോ? പിന്നെ അതന്നെ ചോദിക്കുന്ന അയക്കും മാഷേ. നോക്കട്ടെ, സെൽഫി എടുക്കട്ടെ. ആ ഇങ്ങോട്ട് തരി, ഞാൻ എടുത്തുതരാം. ചിരിക്കും മാഷേ. അതന്നെ. സന്തോഷമായല്ലോ. പക്ഷെ അതൊരു മുസ്ലിം കുട്ടിയല്ലേ അറിയുമേ. എൻ്റെ വീട്ടിലൊന്നും സമ്മതിക്കില്ല, അമ്മയൊക്കെ ആകെ പ്രശ്നം ഉണ്ടാക്കും. എൻ്റെ മാഷെ, മനസ്സിലതുണ്ടെങ്കിൽ പിന്നെ ജാതി മതമൊക്കെ ഒരു ഇതാണോ? ആദ്യമൊക്കെ ഓല എതിർക്കും, പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്, നമ്മൾ ഉറച്ചു നിൽക്കണം. ഓല എതിർക്കട്ടെ മാഷേ. റഹീമിനിപ്പോൾ അങ്ങനെയൊക്കെ പറയാം,
വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കല്യാണം കഴിഞ്ഞല്ലോ അല്ലേ? എൻ്റെ മാഷേ അമീറൊക്കെ 4 ആങ്ങളമാരാ, അതും വലിയ ഗുൺഫു ടീം. ഓളൊരു നോക്ക് കാണാൻ പെട്ട പാടെ എനിക്കും പടച്ച റബ്ബിനെ അറിയുള്ളൂ. അമീറാന്റെ ബാപ്പാക്കരത്തെ അഭ്യാസങ്ങളില്ല, കണ്ണ് കെട്ടി പറന്നടിക്കുന്ന മൂപ്പരൊരു ഐറ്റുണ്ട്. മാഷേ സ്വന്തം മക്കൾക്ക് പോലും അത് ഇതുവരെ പഠിപ്പിച്ചു കൊടുത്തില്ല. ആങ്ങളമാരും 2 ഫുട്ബോൾ ടീമിലുള്ള ശിഷ്യന്മാരുള്ള ആ വലിയ വീട്ടിൽ നിന്ന് ഒരു സുബൈക്ക് ശോളെ കയ്യും പിടിച്ച് ഞാനൊരു പാച്ചില് പാഞ്ഞു. പിന്നെ കേസായി, പോലീസായി, കോടതിയായി. പക്ഷെ നമ്മളതിൽ ഉറച്ചു നിന്ന്. ഇടയ്ക്കരകത്ത് റഹ്മാന്റെ കൂടെ ജീവിക്കാനാണോ അതോ വീട്ടുകാരുടെ കൂടെ പോവാനാണോ അമീറയ്ക്ക് താല്പര്യം? എല്ലാ എതിർപ്പുകളും നമ്മളെ മുന്നിൽ വന്ന് മുട്ടുകുത്തും. അതങ്ങനെ മാഷെ. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്, നമ്മൾ ഉറച്ചു നിൽക്കണം. അവരെ എതിർക്കട്ടെ മാഷെ. ശ്രീനി, ഇന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയേതാ? എൻ്റെ സുഹൃത്ത്. അവള് മുസ്ലിമാ? അതെ. നാണമില്ല നിനക്ക് കണ്ട കേട്ടൊക്കെ വീട്ടിലൊന്ന് പറയാൻ? ഒന്നുമില്ലെങ്കിൽ പ്രായത്തിന്റെ പക്വത കാണിച്ചുകൂടെ എനക്ക്? ആ, അതിന് അവനൊന്നും പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞിട്ടില്ലാന്ന്? നിന്റെ കൂടെ ഒരു കുട്ടിയെ കണ്ടു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ കണ്ടു. അതെന്റെ സുഹൃത്ത് മാത്രമല്ല, ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാണ്. എനിക്കറിയാം നിങ്ങളൊക്കെ അതിനെ എതിർക്കുന്ന ആളുകളാണ്. അവൾക്കിഷ്ടാണോ നിന്നെ? നിങ്ങൾ എന്തിനാ വെറുതെ അവനെ ദേഷ്യപ്പെടുപ്പിക്കണം? അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ ജാതിയും അതൊക്കെ ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരു എതിർപ്പില്ല. എതിർപ്പില്ല, ഒട്ടും എതിർപ്പില്ല. ഇല്ല, ജാതിയും അതൊന്നും ഒരു പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും എന്റെ കല്യാണം നടന്നു കണ്ടാൽ മതി നമ്മ പറഞ്ഞു. അപ്പൊ സന്തോഷമല്ലോ മാഷേ, ഒക്കെ ആയില്ലേ? ആ കുട്ടി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല റഹീമേ. ചായ വാങ്ങി തന്ന്, ഫോട്ടോ ചോദിച്ച്, വീണ്ടും കാണണമെന്ന് പറഞ്ഞു. ഇതിൽ സംശയിക്കാനൊന്നുമില്ല മാഷേ. ഇല്ല, ഒന്നും ശരിയാവില്ല. നമുക്ക് എന്തായാലും ആ കുട്ടീനോട് ചോദിക്കണം. ചോദിക്കാല്ലേ? ശരി, ഞാൻ വിളിക്കാം. ഹലോ. ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ്. മാഷേ, ഇന്ന് എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ഇറങ്ങാനും കുറച്ച് വൈകും. അത്യാവശ്യമാണോ? അല്ല, കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു, അത്രേ ഉള്ളൂ. അതെ സഫിയ, ഞാൻ ഇന്ന് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് വരാം. മാഷിക്ക് ബുദ്ധിമുട്ടായെങ്കിലും വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പറയാതിരുന്നതാ. ഞാൻ ലൊക്കേഷൻ വാട്സപ്പ് ചെയ്ത് തരാം. ഓ മതി മതി. ഓക്കെ, ശരി. താങ്ക് യു.